ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതം നാം ഒന്ന് വഴിമുട്ടിപ്പോകുമ്പോൾ, നാം അന്ധരായി പോകുമ്പോൾ, നമ്മുടെ ആത്മീയമായ കാഴ്ചപ്പാടുകൾ വികലമായി പോകുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കും. നാം ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അരൂപിയായ പരിശുദ്ധാത്മാവ്, അദൃശ്യനായ പരിശുദ്ധാത്മാവ്, കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്ന് എനിക്ക് ഒന്നും അറിയാൻ വയ്യെങ്കിൽ ഞാൻ ഒരു കാര്യം മാത്രം യാചിക്കുന്നു. എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ എൻ്റെ മേൽ വീശണമേ. പരിശുദ്ധാത്മാവ് തീ പോലെ എന്നെ ഒന്ന് തൊടണമേ. പരിശുദ്ധാത്മാവ് ജ്വാലയായി എൻ്റെ മേൽ ആളി പടരണമേ. പരിശുദ്ധാത്മാവ് എൻ്റെ പാവസ്വഭാവങ്ങളെല്ലാം കത്തിച്ച് കളയണമേ. പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് എനിക്കൊരു മാനസാന്തരം തരണമേ. നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് വേദപുസ്തകം വായിച്ചും മറ്റും ചില പുസ്തകങ്ങൾ വായിച്ചൊക്കെ അറിവുണ്ട്. ഞാൻ മാനസാന്തരപ്പെടുന്നതിന് ശേഷം, എനിക്ക് ജീവിതം കർത്താവിന് ഞാൻ സമർപ്പിച്ചതിന് ശേഷം, ഞാൻ പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം കുറിയലായുസവൻ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് കുറിയലായുസവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി കിടക്കുന്നതൊക്കെ എനിക്ക് അനുഭവമാണ്. അതെല്ലാം അപ്പോഴും ഞാൻ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും എനിക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. അതെല്ലാം ചടങ്ങ് പോലെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെട്ടവനാണ് ഞാൻ. ജീവിതം കർത്താവിന് കൊടുത്തതാണ്. കർത്താവിനിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിയിരുന്നു. അത് ആ കാലങ്ങളിൽ ചെറുപ്രായത്തിൽ അനേക കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിയിരുന്നു. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തിൻ്റെ പ്രത്യേകതകൾ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. അനുഭവമല്ലായിരുന്നു. പഠിച്ചു, പക്ഷേ അറിയാൻ വയ്യായിരുന്നു. വായിച്ചു, പക്ഷേ അറിയാൻ വയ്യായിരുന്നു. അനുഭവിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ 36-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് 19 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് അനുഭവിക്കാനൊരു ഭാഗ്യം ലഭിച്ചു. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാമോ ചില പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. 1973 മെയ് മാസം 11-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ്. അതിന് തലേ ദിവസം 10-ാം തീയതി വ്യാഴാഴ്ച ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ, വലപ്പൂർ പള്ളിയിൽ, അന്ന് ഞാനാണ് പ്രസംഗിച്ചത്. പള്ളിയിൽ വ്യാഴാഴ്ച രാത്രി പ്രസംഗിച്ച് തിരിച്ചു വന്നിട്ട് എനിക്ക് എന്തെല്ലാമോ ചില അസംതൃപ്തികൾ. അമ്മയും പെങ്ങളും ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇരുന്ന് ചിന്തിച്ചു. ഞാൻ ഓരോന്നായിട്ട് ഓർത്തു. എനിക്കെന്തെല്ലാമോ തിരുത്താനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ കാര്യം പ്രകടമായ പാവത്തിനൊന്നും പോയില്ല. പക്ഷേ എവിടെയെല്ലാമോ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകളുണ്ട് എന്ന് നോക്കിയപ്പോഴാണ് അനേകം കാര്യങ്ങളും തിരിതിരാ വന്നു. ചിലരോട് ഇഷ്ടക്കുറവുണ്ട്, ചിലരോട് മുഷിച്ചിലുണ്ട്, ചിലരോട് നല്ല കയ്പുണ്ട്. മാത്രമല്ല, എനിക്ക് അർഹതയില്ലാത്ത കുറച്ച് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു 648 രൂപ. അത് വാസ്തവത്തിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചില ന്യായങ്ങളുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കാതിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കയ്യിൽ എൻ്റേതല്ലാത്ത 2-3 പുസ്തകങ്ങളുണ്ടായിരുന്നു. വടകോട് രാജേഷ് ഹൈസ്കൂളിൽ ഞാൻ അധ്യാപകനായിരുന്ന കാലത്ത് ആ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്ത പുസ്തകങ്ങൾ, എനിക്ക് MA ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഞാൻ എടുത്ത പുസ്തകങ്ങൾ, അത് ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ ഈ പുസ്തകങ്ങളുടെ വീട്ടിലിരുന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ, തിരിച്ചു കൊടുത്തില്ലായിരുന്നു. അതും എനിക്കൊരു വിനയാണെന്ന് മനസ്സിലായി. എൻ്റെ കയ്യിൽ എൻ്റേതല്ലാത്ത എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാം ഞാൻ കർത്താവിനോട് പറഞ്ഞു. രാത്രി ദീർഘനേരം പറഞ്ഞുകൊണ്ടിരുന്നു. ദീർഘനേരം, കർത്താവ്, എനിക്ക് മുഴുവനായൊരു കഴുകൽ വേണമെന്ന് ഞാൻ പറഞ്ഞു. മുഴുവനായൊരു കഴുകൽ, ആന്തരികമായൊരു കഴുകൽ വേണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. പ്രത്യേക അനുഭവം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും പരിശുദ്ധാത്മാവ് എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായൊരു രൂപമില്ല. ഞാൻ വ്യാഴാഴ്ച പ്രസംഗം കഴിഞ്ഞു, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നെ മുഴുവനായി കഴുകണമെന്ന് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണി കഴിഞ്ഞ് കാണും. അപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന, വളരെ ശ്രേഷ്ഠനായ ഒരു പരിശുദ്ധനായ ദൈവപുരുഷൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു.
അദ്ദേഹം അതിൻ്റെ കൂടെ ചില ദൈവമക്കൾ കൂടി കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കേരള സർക്കാരിലെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്തു വന്നു. അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാനിരുന്നു, സ്തുതിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് മുട്ടിമേലിരുന്ന് സ്തുതിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് മുട്ടിമേലിരുന്നാണ് മുട്ടിമേൽ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഏതായാലും അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ശക്തി എവിടെ നിന്നോ വരുന്നത് പോലെ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നു. എൻ്റെ തലയിലേക്ക് തീ ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ തലയിലേക്ക് തീജ്വാല ഇങ്ങനെ ആളി പടരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഈ നെഞ്ചൊക്കെ അങ്ങ് വീർത്തു വരുന്ന പോലെ എനിക്ക് തോന്നി. ആകെ ഒരു തീയുടെ സ്പർശമേറ്റതുപോലെ ആകവാനൊരു ചൂട് പിടിക്കുന്ന പോലെ തോന്നി. ഞാനും മതിമറന്ന് സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ പരിശുദ്ധനായ പുരുഷൻ പറഞ്ഞു, ഇന്ന് യോഹന്നാൻ സാറിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. അതിനെ തുടർന്നാണ് ആ നാട്ടിലെല്ലാം ആത്മീയ ഉണർവുണ്ടായത്. ആ പരിശുദ്ധനായ പുരുഷൻ വന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ വ്യാപരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ ആത്മാവിൽ ഒരു കാര്യം വെളിപ്പെട്ടു. ഈ പ്രദേശം മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. മുഴുവൻ മാലാഖമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടന്നു. പിന്നീടാണ് അനേകർക്ക് മാനസാന്തരം ഉണ്ടായത്. അനേകർ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അനേകം ആളുകൾ വീട്ടിൽ ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ, മദ്യപാനം കൊണ്ട് മുടിഞ്ഞുകൊണ്ടിരുന്നവർ, തമ്മിൽ കലഹിച്ച് ജീവിതം മുരടിച്ചു പോയവർ, സമാധാനമില്ലാതെ എന്നും വഴക്കും പിണക്കുമായി കഴിഞ്ഞിരുന്നവർ, അനേക കുടുംബങ്ങളിൽ സമാധാനം കടന്നു ചെന്നു. അനേകം കുടുംബങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ ആത്മാവിന് തീ എൻ്റെ ഉള്ളത്തിൽ കിട്ടിയപ്പോഴേക്കും അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. കോളേജിലൊന്നും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിൽ നിന്ന് വന്നാൽ ഞാനും ആലീസും കൂടി ഞങ്ങൾ അന്ന് സ്കൂട്ടറാണുള്ളത്. സ്കൂട്ടറിൽ ഞങ്ങൾ ഓരോ വീടുകളിൽ പോകും. എന്നിട്ട് 5-8 വീടുകളിൽ പോയിട്ട് അവിടെയുള്ളവരെയൊക്കെ വിളിച്ച് കൂട്ടും. എന്നിട്ട് ഒരു വീട്ടിൽ കൂടും. എന്നിട്ട് സന്ധ്യയ്ക്ക് അവരോട് തിരുവചനം പറഞ്ഞു കൊടുക്കും. അധികം പേരൊന്നുമില്ല. ഒരു 4-5 വീടുകളിൽ പോയിട്ട് അവരോട് പറഞ്ഞ് ആ 4-5 വീടുകളിൽ നിന്നുള്ളവർ വരും, പാവപ്പെട്ട ആളുകൾ. അവരോട് വചനം പറയും. വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് തീയായി ജ്വലിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാനിടയായി. ഞാൻ ഇത്രയും പരത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണ ശുദ്ധീകരണം പ്രാപിക്കണം. മുഴുവനായി ഒരു കഴുകൽ പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ കഴുകപ്പെടണം. ഹൃദയം മാറണം. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, സഭ മാറിയിട്ട് കാര്യമൊന്നുമില്ല, പള്ളി മാറിയിട്ടും കാര്യമില്ല, സമുദായം മാറിയിട്ടും കാര്യമില്ല. മാറേണ്ടത് ഹൃദയമാണ്. ഹൃദയം മാറണം. ഹൃദയം മാറുമ്പോൾ വലിയൊരു ശാന്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് ഹൃദയം നിറയും. ഈ ആളത്വത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. നമ്മുടെ ഈ കൈയുണ്ട്, കാലുണ്ട്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുണ്ടല്ലോ, എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചലനശേഷി കൊണ്ട് അങ്ങ് നിറഞ്ഞ് ജ്വലിക്കാൻ തുടങ്ങും. നമ്മുടെ നാവിൽ തീ നൃത്തം ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീജ്വാല നൃത്തം ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ ശക്തിയേറിയൊരു പ്രവാഹം ഉണ്ടാകും, ആത്മാവിൻ്റെ പ്രവാഹം. ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവാഹത്തിൽ നിങ്ങൾ ഇന്ന് അനുഗ്രഹീതരായി തീരണമെന്ന്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരാൻ ആഗ്രഹിക്കണമെന്ന്. ജീവിതത്തിൽ അനേകം പ്രയാസങ്ങൾ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും എല്ലാറ്റിനെയും അതിജീവിക്കുവാനും തരണം ചെയ്യുവാനുള്ളതായ കൃപയെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ലഭിക്കും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരുമ്പോൾ പാവത്തിനുള്ളിൽ ജയം കിട്ടും. നിങ്ങൾ വിശ്വസിക്കൂ, കോപം മാറിപ്പോകും. പിന്നെ കോപിക്കാൻ തോന്നുകയില്ല. സാഹചര്യം അതുപോലെ തന്നെ വരും, പക്ഷേ കോപം വരികയില്ല. വാശിയും പിണക്കവും വരികയില്ല. മോഷണ സ്വഭാവം വരികയില്ല. ഇഷ്ടക്കേട് മുഷ്ടിലും വരികയില്ല. മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തീരും. എന്തൊരു വ്യത്യാസം! മാതാപിതാക്കൾ കീഴ്പ്പെടുന്നവരായി തീരും. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൽ ശാന്തത ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം, സ്വർഗീയ സമാധാനം നിങ്ങൾ ലഭിക്കും. ജീവിതം പ്രസാദപൂർണ്ണമായി തീരും. എങ്ങനെ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുത്താൻ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ യാചിക്കുക. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിന് തീ എന്നെ സ്പർശിക്കണം. എൻ്റെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ ജ്വലിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായി മാറണം. കർത്താവേ, എൻ്റെ നാവിൻമേൽ നിൻ്റെ സ്വർഗീയ ശക്തി പകരണം. എൻ്റെ ഓരോ സിരകളിലൂടെയും യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഒഴുകണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരല്ലേ?
കുർബാന എന്താണ് കുർബാന? ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനം വലിയ സ്തോത്രവുമാകുന്നു ആണ്. പക്ഷേ എന്താണത്? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ന് നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. കുർബാന അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുകയാണ്, കർത്താവിൻ്റെ തിരുരക്തം കുടിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരത്തിലെ മാംസം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ മാംസമായി മാറുന്നു. എൻ്റെ ശരീരത്തിലുള്ളതായ രക്തം യേശുവിൻ്റെ രക്തമായി മാറുന്നു. ഇതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ വിശുദ്ധ കുർബാന അനുഭവിച്ചു. ഈ ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തം ക്രിസ്തുവിൻ്റെ രക്തം. ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഇതാണ് വിശ്വസിക്കേണ്ടത്. അപ്പോഴാണ് പാവമെല്ലാം അങ്ങ് മയങ്ങി തീർന്നു പോകുന്നത്. ജീവിതത്തിൽ മാറിപ്പോകും, പാവമെല്ലാം മാറിപ്പോകും. ക്രിസ്തുവിൻ്റെ ശരീരം. എൻ്റെ ഈ കൈ ക്രിസ്തു ചെയ്യാത്തതൊന്നും ചെയ്യുകയില്ല, ക്രിസ്തു എഴുതാത്തതൊന്നും ഈ കൈ എഴുതുകയില്ല, ക്രിസ്തു തൊടാത്തതൊന്നും ഈ കൈ തൊടുകയില്ല. എന്തുകൊണ്ട്? ക്രിസ്തുവിൻ്റെ ശരീരമായി കഴിഞ്ഞു. എൻ്റെ നാവ് ക്രിസ്തു പറയാത്തതൊന്നും പറയുകയില്ല, ക്രിസ്തു പറയാൻ ആഗ്രഹിക്കാത്തതൊന്നും ഈ നാവ് പറയുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ നാവായിപ്പോയി, നാവ് ക്രിസ്തുവിൻ്റെ വകയായിപ്പോയി. എൻ്റെ കണ്ണ് ക്രിസ്തു കാണാത്തതൊന്നും കാണുകയില്ല, ക്രിസ്തു കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നും കാണുകയില്ല. ഈ കണ്ണ് ക്രിസ്തുവിന് കൊടുത്തുപോയി, കാരണം ഞാൻ ക്രിസ്തുവിന് ശരീരമായി പോയി. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളിത് വെറുതെ സ്വപ്നം കാണുന്ന പോലെ ഇരുന്നാൽ പോരാ, നിങ്ങളിത് അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതം മുഴുവൻ ക്രിസ്തുമയമായി തീരണം. യേശുക്രിസ്തുമയമായി ജീവിതം. കർത്താവിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു ശക്തിയാണെന്നോ. അപ്പോഴാണ് ഇതുവരെ വന്നുപോയ എല്ലാ പാവങ്ങളും കത്തിപ്പോകും. ജീവിതത്തിൽ എന്തെല്ലാം പാവങ്ങൾ വന്നു പോയിട്ടുണ്ടാകും, എന്തെല്ലാം. ഇന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ലജ്ജ തോന്നുന്ന അനേകം പാവങ്ങളൊന്ന് കാണും. ഇന്ന് നോക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്ന ചില പാവങ്ങളൊന്ന് കാണും. അയ്യോ കഷ്ടമായി പോയാലോ, എനിക്കത് എന്താ സംഭവിച്ചു പോയി എന്ന് തോന്നുന്ന ചില പാവങ്ങളൊന്ന് കാണും. എല്ലാം കത്തിപ്പോകും. ഈ തീയ്, പരിശുദ്ധാത്മാവ് തീയാണ്. ആ തീ നമ്മിൽ കൂടി ഒഴുകും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന് തീ ജ്വലിക്കുമ്പോൾ നാം ആളുമാറും. ശൗല് പൗലോസായി മാറി. ദൈവത്തിന് സ്തോത്രം. ശൗൽ ഉഗ്രനും നിഷ്ഠൂരനും ഉപദ്രവിയുമായ ശൗല് സ്നേഹം മാത്രമുള്ള ഒരു അപ്പോസ്തലനായി മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ശൗല് നേരെ അറബിയിലേക്ക് പോയത്. മരുഭൂമിയിലേക്ക് പോയി ഏകാന്തവാസത്തിന് വേണ്ടി പോയി. ദൈവത്തിന് സ്തോത്രം. ഏകാന്തമായിരിക്കാൻ പോയി, തനിയെ ഇരിക്കാൻ പോയി, തനിയെ ദൈവത്തോടുള്ള സഹവാസം ജീവിക്കാൻ പോയി, പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പോയി. ശൗല് മാനസാന്തരപ്പെട്ടു. പക്ഷെ പിന്നെ മരുഭൂമിയിലേക്ക് പോവുകയാണ് ആത്മാവിൽ നിറവ് കിട്ടാൻ വേണ്ടി. മരുഭൂമിയിൽ, ആ തീയുടെ ചൂടുള്ള മരുഭൂമിയിൽ വരണ്ട മരുഭൂമിയിലിരുന്ന് ജീവിതത്തെ ആകുവാനും ശോധന ചെയ്തുകൊണ്ട് ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് പകർന്നു കൊടുത്തുകൊണ്ട് ശൗലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മരുഭൂമിയിലെ പ്രാർത്ഥനാനുഭവം. ശൗല് അവിടെ വെച്ച് പൗലോസായി മാറി. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ തുടർന്ന് വായിക്കാൻ നമുക്ക് സാധിക്കും. 14 ആണ്ട് കഴിഞ്ഞിട്ടേ ശൗല് ബർന്നബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരൂശലേമിലേക്ക് പോയത്. ദൈവത്തിന് സ്തോത്രം. ശൗല് മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് നേരെ യെരൂശലേമിലേക്ക് പോവുകയല്ല ചെയ്തത്. നേരെ അറബിയിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് പോയി. അറേബ്യൻ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് മരുഭൂമിയിലെടുത്ത് ചെന്ന് അവിടെ പ്രാർത്ഥന നിരതനായിരുന്നു. ആഹാരമൊന്നും കഴിക്കാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപവാസമായിട്ടിരുന്നു. എന്തിന്? ആത്മപൂർണ്ണനാകാൻ, പരിശുദ്ധാത്മപൂർണ്ണനാകാൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു, ആ കാലങ്ങളിൽ നിർബന്ധമായും ഉപവാസമായിരുന്നു. ഞാൻ രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചാൽ പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക്, ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും. കോളേജിലേക്ക് പോകും. മിക്കവാറും കോളേജിൽ ചില ദിവസങ്ങളിൽ 3-4 മണിക്കൂർ ലെക്ചർ ഉണ്ടാകും. അത് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്നോ തിന്നണമെന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോൾ സൗകര്യം കിട്ടുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു 2-2:30 വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് ഉപവാസമായിരുന്നു. ഉപവാസം. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടേയില്ല. അനേകം വർഷങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. ഉപവാസം ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള ശുദ്ധീകരണം അനുഭവിക്കാൻ വേണ്ടി. അതിനുവേണ്ടി മാത്രം. എൻ്റെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം. കർത്താവിന് സ്തോത്രം. ഉപവാസം എടുത്തു. എൻ്റെ മകൻ, രണ്ടാമത്തെ മകൻ ജോസഫ് വന്ന് MSc പത്തനംതിട്ട കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 3 ദിവസം കൂടുമ്പോൾ ഒരു നേരം മാത്രം ആഹാരം കഴിക്കും. അങ്ങനെ 3 മാസം, 3 ദിവസത്തിൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് അവൻ ഉപവാസം എടുത്തു. ചിന്തകൾ മാറിക്കിട്ടാൻ, ചീത്ത ചിന്തകൾ വരാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
3 മാസം അങ്ങനെ ഇരുന്നു ഉപവാസം. കോളേജിൽ പോകും, പഠിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ചില നിഷ്ഠകളൊക്കെ വരും. നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ നിധിയാണ്, തീരുമാനം വരും, നിധിയാണ് കിട്ടുന്നത്, സ്വർഗീയ നിശ്ചയമാണ് കിട്ടുന്നത്. ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, കർത്താവേ എനിക്ക് ഒരു വിശുദ്ധനായി തീരണം. സ്തോത്രം. വേറെ ഒന്നും വേണ്ട കർത്താവ്, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ ലോകത്തിൽ എനിക്ക് ഇനി ഒന്നും വേണ്ട. ഭാഗ്യവശാൽ നീ എനിക്ക് ജീവിക്കാനുള്ള മാർഗം തന്നു, കഞ്ഞി കുടിക്കാനുള്ള വക തന്നു, എല്ലാം നിൻ്റെ ദാനം. പക്ഷേ എനിക്കിനി ഒരേ ഒരു കാര്യം മാത്രം, ആകെ ഒരേ ഒരു കാര്യം മാത്രം, എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം, ശുദ്ധിമതിയായി ജീവിക്കണം. പറ്റുമോ നിങ്ങൾക്ക് അങ്ങ് തീരുമാനമെടുക്കാൻ? ഒരു വിശുദ്ധനായി ജീവിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പാകപ്പിഴകളെല്ലാം മാറ്റിത്തരും, പേടിക്കണ്ട. കഴിഞ്ഞ കാലം വന്നു പോയ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും, ഭയപ്പെടണ്ട. എന്നാൽ നിങ്ങൾ അനുദപിക്കണം. കഴിഞ്ഞ കാലം വന്നു പോയ പാവത്തെ ഓർത്ത് ഏങ്ങലടിച്ച് കരയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങളെ ഓർത്ത് ഉള്ളുരുകി കരയണം. വന്നുപോയ പാവങ്ങളെല്ലാം തുറന്നേറ്റ് പറയണം, ലജ്ജ കൂടാതെ ഏറ്റു പറയണം. ഞാൻ പറയുന്നത് അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കണമെന്നല്ല ചെയ്യേണ്ടത്. അത് കുമ്പസാരത്തിന് എതിരല്ല. പക്ഷേ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ ഓരോന്നോരോന്നായി ചകഞ്ഞെടുത്ത് തനിയേരുന്ന് പ്രാർത്ഥിക്കണം, തനിയേരുന്ന് ഏറ്റു പറയണം, ദൈവത്തോട് പറയണം, ഹൃദയം കാണുന്ന ക്രിസ്തുവിനോട് പറയണം. ഉള്ളലിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ ക്രിസ്തു കേൾക്കും. നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും, എല്ലാ പാവവും കഴുകി തരും. എന്തെല്ലാമാണ് തെറ്റുകൾ സംഭവിച്ചു പോയത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയും, നോക്കുമ്പോൾ ലജ്ജ തോന്നുന്നത് തന്നെ, ലജ്ജ തോന്നുന്നത് അനേകം കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് കർത്താവിനോട് പറയണം, കർത്താവേ പാവങ്ങളേറെ വന്നുപോയി, നാഥാ ഒന്നിനും പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ല, തെറ്റുകളേറെ സംഭവിച്ചു പോയി, പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ല. എന്നാൽ കർത്താവേ നീ എൻ്റെ തിരുരക്തത്താൽ നീ എന്നെ വീണ്ടെടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, തിരുരക്തത്താൽ നീ എന്നെ വിലയ്ക്ക് വാങ്ങുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ ഞാൻ ശത്രുവിൻ്റെ കയ്യിലായിപ്പോയി, പിശാചിൻ്റെ കയ്യിലായിപ്പോയല്ലോ, സാത്താൻ്റെ ബന്ധനത്തിലിട്ടല്ലോ, എൻ്റെ ജയിലിൽ എന്നെ അടച്ചിരിക്കുന്നല്ലോ, സാത്താൻ്റെ ജയിലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സർവശക്തനായ യേശുവേ നീ ഇപ്പോൾ കടന്നു വന്ന് സാത്താൻ്റെ ജയിലറയിൽ നിന്നെ പുറത്തു കൊണ്ടുവരണമേ. പിശാച് എന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നു, ആ ദുഷ്ടപിശാച് എന്നെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ ദുഷ്ടപിശാചിൻ്റെ ജയിലിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവേ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ഇന്ന് ജയിലിൻ്റെ പുറത്ത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൻ്റെ മേൽ ഊതണമേ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ഊതുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങൾക്ക് വലിയൊരു ശാന്തി ലഭിക്കും, വലിയൊരു സമാധാനം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനം ലഭിക്കും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതാണ്, അത് മാത്രമാണ് പറയേണ്ടത്. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ. അപ്പോസ്തലനായ പൗലോസ് അറബിയിലേക്ക് പോയി, അവിടെ ഏകാന്തവാസിയായിരുന്നു, പ്രാർത്ഥനാനിരതനായിരുന്നു, ജീവിതത്തെ ഒന്നൊന്നായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തു. ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നതായ കാര്യങ്ങൾ സംഭവിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞത് മാത്രമല്ല, എന്ത് തീക്ഷ്ണതയോടുകൂടിയാണ് ദൈവമക്കളെ ഉപദ്രവിച്ചത്. ദൈവമക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് യെരൂശലേമിൽ കൊണ്ടുവന്നവർ ഉപദ്രവിച്ചു, അവരെ അടിച്ചു, അവരെ അതികഠിനമായി പീഡിപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. ഓരോന്നിങ്ങനെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നിന്ന് പോയ പാകപ്പിഴ ഓരോന്ന് ഓർക്കുകയാണ്. ആ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഓരോ പാവങ്ങളെയും ഓർത്ത് കരയുകയാണ്, വരൾച്ചയിലിരുന്നുകൊണ്ട് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ വരൾച്ചകളെല്ലാം മാറ്റി എനിക്ക് ഒരു കുളിർമയുടെ അനുഭവം തരുമോ എന്ന്? പരിശുദ്ധാത്മാവിന് ഇളങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കും, മന്ദമാരുതം വീശിക്കൊണ്ടിരിക്കും. അതൊരാശ്വാസമാണ്. നീറിപ്പുകയുന്ന ഹൃദയത്തിലേക്ക് ഈ ഇളങ്കാറ്റ് വീശും. നീറിപ്പുകയുന്ന ഹൃദയങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾ അനേകം പേരെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ്, നാളെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പ്രശ്നത്തെ നേരിടുമെന്നാണ് നിങ്ങളുടെ ചിന്ത, എങ്ങനെയാ പ്രശ്നത്തെ ഞാൻ അതിജീവിക്കുമെന്നാണ് ചിന്ത, എങ്ങനെയാ മുന്നോട്ട് പോകുമെന്നാണ് ചിന്ത. ഇന്ന് നിങ്ങളെ പിശാചിട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, സാത്താനിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് നിങ്ങളെ അടിച്ച് തൊഴിച്ച് നിങ്ങളെ അമർത്തി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാചാണ് നിങ്ങളെ കൊണ്ട് ഓരോന്നും ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു കിടക്കുന്നു, പ്രാർത്ഥനാ ജീവിതമില്ല, നിങ്ങൾ തിരുവചനം വായിക്കുന്നില്ല, പ്രത്യാശയില്ല, ഒരു സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, കുടുംബത്തിലാകെ അലങ്കോലമാണ്, മക്കൾ നാനാവിധമായി പോകുന്നു, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, പരസ്പര വിശ്വാസമില്ല, പരസ്പര സഹകരണമില്ല, പരസ്പര സ്നേഹമില്ല, ആകെ വരണ്ടുണി അനുഭവം. ഈ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കുക. ഈ മരുഭൂമിയിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കുടുംബം അനാഥമായി പോകുന്നു,
ഇത് നരകമായി പോകുന്നു. ഈ കുടുംബത്തിൽ സ്നേഹമില്ല, ഈ കുടുംബത്തിൽ ഐക്യമില്ല. ഓർത്ത് നോക്കുമ്പോൾ കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ നാശത്തിന് ഉത്തരവാദി. അതാണ് കണ്ടുപിടിക്കേണ്ടത്, മറ്റുള്ളവരുടെ കുറ്റമല്ല കാണേണ്ടത്. ഞാനാണ് കർത്താവേ, ഞാനാണ് ഈ കുടുംബത്തിൻ്റെ നാശത്തിന് ഞാനാണ് ഉത്തരവാദി. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ദൈവത്തോട് പറയണം. ഓരോന്നോരോന്ന് എണ്ണി എണ്ണി കണ്ടുപിടിച്ചുകൊണ്ട് പറയണം. ഹൃദയം തകർന്ന് കരഞ്ഞ് പറയണം. ഉള്ളു തകർന്നുകൊണ്ട് പറയണം. തെറ്റ് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളു തകരും. ഉള്ളിപ്പോൾ തകരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഊതുന്നില്ല എന്നാണ്. ഉള്ളു തകരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്നാണ്. നിങ്ങൾ ഹൃദയത്തിൽ പാവബോധം വരുന്നില്ല എന്നാണ്. ഓർത്ത് നോക്കൂ, തിരിഞ്ഞു നോക്കൂ. ഓരോന്നോരോന്നോർത്താൽ ഇന്ന് ലജ്ജയല്ലേ? എത്ര ഭയാനകമായിരുന്നു ജീവിതം, എത്ര ക്രൂരമായിരുന്നു നമ്മുടെ ജീവിതം, എത്ര നിഷ്ഠൂരമായിരുന്നു നമ്മുടെ ജീവിതം. ഓർത്ത് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് ഓർക്കുമ്പോൾ അയ്യോ ഞാൻ എന്താണങ്ങ് ചെയ്തു പോയെന്ന് തോന്നുന്ന കാര്യങ്ങളില്ലേ? ഓരോന്നോരോന്ന് ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ നിങ്ങൾ ഉള്ളു തകർന്ന് കരയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഇളംകാറ്റ് നിങ്ങളുടെ മേൽ വീശി തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സഹായം ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബോധത്തെ തെളിച്ചു തരും, ഓർമ്മശക്തി ഉദ്ദീപിപ്പിച്ച് തരും, നിങ്ങൾക്ക് ബുദ്ധി തരും, നിങ്ങൾക്ക് ഓർമ്മശക്തി തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃപ തരും, കഴിവ് തരും. നിങ്ങൾ ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് ഏറ്റവും നന്നായി ചെയ്യുവാനുള്ളതായ കൃപ ലഭിക്കും. നിങ്ങൾ കടബാധ്യതയുണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം മാറാനുള്ള വഴികൾ കർത്താവ് തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ രോഗബാധിതനാണെങ്കിൽ നിങ്ങൾ രോഗത്തിന് കർത്താവ് ഒരു ശമനം തരും. സത്യമാണിതെല്ലാം. ദൈവത്തിന് സ്തോത്രം. രോഗം പോലും മാറ്റിത്തരും, കടം മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. സത്യമായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ കൊടിയ യാതനകളും പീഡകളുമായി നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നിങ്ങളുടെ പ്രയാസങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. കൂടെ ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാറുണ്ട്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്പർശം ഏൽക്കാറുണ്ട്, ആത്മാവിൻ്റെ സാന്നിധ്യം കിട്ടാറുണ്ട്. ഞാൻ കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. ചില പ്രത്യേക കാര്യങ്ങൾ പറയും, എൻ്റെ മനസ്സിലെ ചില ആശകൾ പറയും, ആഗ്രഹങ്ങൾ പറയും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ഈ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഈ യേശുവിൻ്റെ സ്നേഹം എന്നെ തലോടുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. വിശുദ്ധാത്മാവിൻ്റെ കൃപയുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വാടി തളർന്നു പോയേനെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങളോട് വളരെ വിനയമായ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രസാദം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ കൃപ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു സമാധാന ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് സമാധാന ജീവിതം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സമാധാനം തരാനാണ് യേശു വന്നത്. യേശു നിങ്ങൾക്ക് സമാധാനം തരാനാണ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകളെല്ലാം എല്ലാ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അരികത്തേക്ക് വരികയാണ്. മന്ദം കർത്താവ് പയ്യെ നടന്ന് നീങ്ങുകയാണ്. നിങ്ങൾ ഒരു കാര്യം പറയണം: കർത്താവേ, നീ നടന്ന് നീങ്ങുന്നതിന് മുൻപ് എൻ്റെ മേൽ നിൻ്റെ ആ തൃക്കരം ഒന്ന് വെച്ചിട്ട് പോകണമേ, ഒന്ന് തൊട്ടിട്ട് പോകണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, മരണത്തോളം, കർത്താവേ, മരണത്തോളം ഇനി ഇപ്പോൾ ആവും എന്നെ തൊടുകയില്ല. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി അരുതാത്ത ജീവിതത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റാതെ ഞാൻ നിന്നുകൊള്ളാം. കർത്താവേ, നീ എന്നെ ഒന്ന് പിടിച്ചു കൊള്ളണമേ. നിൻ്റെ ആത്മാവിനെ എൻ്റെ മേലെ ഊതണമേ. കർത്താവേ, ശൗലിനെ പൗലോസാക്കി മാറ്റിയ മരുഭൂമിയുടെ അനുഭവം, കർത്താവേ, മരുഭൂമിയിൽ വെച്ച് കർത്താവ് ഹൃദ്യമായി സംസാരിച്ച അനുഭവം, ശൗലിന് ഒരു വലിയ മാനസാന്തരം കിട്ടിയതായ അനുഭവം, കർത്താവേ, ഇന്ന് എനിക്ക് തരണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ അത്ഭുതമായി എഴുന്നള്ളി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ അരികത്തൂടെ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ തൃക്കരം, ആണിപ്പാടുള്ള കരം നിങ്ങളുടെ മേൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. യേശു ക്രിസ്തു ജീവിക്കും ദൈവം. എൻ്റെ കർത്താവിനെ സ്തോത്രം, എൻ്റെ യേശുവിനെ സ്തുതി. അവൻ സ്തുതി നിങ്ങളുടെ നാവിന്മേൽ വരച്ചു തരികയാണ്. നിങ്ങൾ ചുണ്ടിന്മേൽ കർത്താവിന് തിരക്തം പുരട്ടി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗീയ രക്തം, യേശുവിൻ്റെ തിരക്തം ചുണ്ടിന്മേൽ പൊട്ടി തന്നതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തെ വണങ്ങാം. ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം.
അനുഗ്രഹം പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. സമാധാനമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. അനേകരെ യേശുവിൻ്റെ പാതപെടുത്തിങ്കിലേക്ക് വരും. നിങ്ങളുടെ ജീവിതം കണ്ട് അനേകരെ രക്ഷയിലേക്ക് വരും. അനേകരെ സമാധാനം അനുഭവിക്കാനിടയാകും. അനേക കുടുംബങ്ങൾ രക്ഷപ്പെടും. നരകമായ കുടുംബങ്ങൾ, നരകം പോലെയായി പോയ കുടുംബങ്ങൾ, അനേക കുടുംബങ്ങൾ ഇന്ന് സ്വർഗമായി മാറും. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീട് ഒരു സ്വർഗമാകണമെന്ന്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ വീട് സമാധാനമായി തീരണമെന്ന്? എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് സ്വർഗസമാനമാക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. യേശു ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു മാറിപ്പോയിട്ടില്ല. യേശു കരുണയുള്ളവനാണ്. കഴിഞ്ഞ കാല പാവങ്ങളൊന്നും ഓർക്കുകയില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാം തിരുത്താൽ കഴിയത്തരും. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയെന്ന് ഹൃദയത്തിലൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളുടെ തലമേൽ തന്നെ കരം വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഇതാ നടന്നെടുക്കുന്നു. യേശു ക്രിസ്തു ഇതാ അരികത്തേക്ക് വരുന്നു. യേശു ക്രിസ്തു ഇതാ സമീപത്വം നിൽക്കുന്നു. യേശു ക്രിസ്തു ഇതാ മകളെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. യൗവനക്കാരായ യേശു ക്രിസ്തു ഇതാ സമീപത്ത് നിൽക്കുന്നുണ്ട്. മാന്യ ദൈവവേദിയിലെ അതിൻ്റെ അരികത്ത് യേശു നിൽക്കുകയാണ്. യേശുവിനോട് ഒറ്റ വാക്ക് പറയൂ, കർത്താവേ എന്നോട് മനസ്സലിയണമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളതിന് സമർപ്പിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഊതുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.